യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനതകളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, വികിരണമുണ്ടായാൽ അത് വലിയ നഷ്ടമാണ്, വിലയേറിയ ഒരു സ്വത്താണതൊക്കെ, നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു ഇരട്ടത്താപ്പ് പാശ്ചാത്യ മാധ്യമങ്ങൾ കൊണ്ടുപോയത്. വീണ്ടും വീണ്ടും ഇറാൻ മിസൈലുകൾ പ്രയോഗിക്കുന്നത് എവിടെ നിന്ന് എടുത്തുകൊണ്ടാണ്? ഇറാനെ കുറിച്ച് അമേരിക്ക നടത്തിയ ക്ലെയിംസ് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ക്ലെയിംസ് ഇതൊന്നും തന്നെ ശരിയായിരുന്നില്ല. 2025 ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും ഇറാൻ ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം ആണവ പദ്ധതി തകർത്തു കളഞ്ഞു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ US രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആദ്യ വിലയിരുത്തൽ പോലും ട്രംപിന്റെ ഈ അവകാശവാദത്തെ ഇല്ലാതാക്കുന്നതായിരുന്നു. 9 മാസങ്ങൾക്ക് ശേഷം അതേ US ഭരണകൂടം വീണ്ടും ഇറാനെ ഒരു ആണവ ഭീഷണിയായി അവതരിപ്പിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം തകർന്നുപോയി എന്ന് അവകാശപ്പെട്ട ഇറാനെയാണ് അതേ ട്രംപ് വീണ്ടും ആണവ ഭീഷണിയായി അവതരിപ്പിച്ചത്. അതുപോലെ ഭൂഗർഭ അറകളിലുള്ള ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 50% ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്ന് US-ന്റെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അതോടൊപ്പം വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ കൈവശം ശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇറാനല്ല, US-ന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഈ കാമികാസെ ഡ്രോണുകളിൽ പകുതിയും യുദ്ധം തുടങ്ങി ഇത്രയായിട്ടും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ക്രൂസ് മിസൈലുകൾ പോലും ഇപ്പോഴും പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല. ഈ കണക്കുകൾ US രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ശരിക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ അവകാശവാദവും വിശ്വാസ്യതയുമാണ്. അപ്പോൾ ഇനിയും ഇസ്രായേലിന്റെ ആഗ്രഹം സഫലമാകുന്നതുവരെ ഇറാനിൽ ആക്രമണം നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപിന് കഴിയുമോ? ഇത് ക്രെഡിബിലിറ്റിയുടെ ഒരു വിഷയമാണ്. പറയുന്ന കാര്യങ്ങൾ ക്രെഡിബിൾ ആയിരിക്കണം. 3 കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. ഒന്ന്, ആണവ പദ്ധതികൾ, ഇറാൻ്റെ ആണവ നിലയങ്ങൾ, ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, സെൻട്രിഫ്യൂജുകൾ, ഇതെല്ലാം ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ തങ്ങൾ തകർത്തു എന്ന് 2025 ജൂൺ മാസം പകുതിയിൽ അമേരിക്ക അനൗൺസ് ചെയ്തു. അന്നത്തെ ആക്രമണത്തിന് ശേഷം അത് ശരിയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കവാടങ്ങളിൽ, വലിയ ഗുഹാമുഖത്തൊക്കെയാണല്ലോ ഈ ആക്രമണം നടന്നത്. ഇത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ കരുതി വെക്കുന്നതും സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും എല്ലാം തന്നെ മണ്ണിനടിയിൽ, ഭൂമിക്കടിയിൽ ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ്. ആണവ വികിരണം, ഒരു ആക്രമണം ഉണ്ടായാൽ പോലും ആണവ വികിരണം നടക്കാതിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം. അപ്പോൾ ആ ഒരു ക്ലെയിം തെറ്റായതുകൊണ്ടാണല്ലോ വീണ്ടും ആക്രമിക്കേണ്ടി വന്നത്. നഥാൻസ് വീണ്ടും ആക്രമിക്കപ്പെട്ടു. മിനിമം 4 പ്രാവശ്യമെങ്കിലും ഈ റൗണ്ടിൽ തന്നെ ആക്രമിക്കപ്പെട്ടു. നഥാൻസ് ആണവ നിലയം, ഇസ്ഫഹാൻ ആണവ നിലയത്തിൽ, അവിടെയാണ് ഏറ്റവും ആഴത്തിൽ ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങളുള്ളതും ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഒരു നല്ല പങ്കം ഉണ്ട് എന്ന് അമേരിക്ക കരുതുന്നത് ഇസ്ഫഹാനിലാണ്. അത് മറ്റ് നിലയങ്ങളൊക്കെ കുറച്ചുകൂടി ഉപരിതലത്തോടടുത്താണ്. ഇത് ഏറെ അടിയിലാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് എത്തിച്ചേരാനാവാത്ത ആഴങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കുന്ന യുറേനിയം ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ, ഒരു സൈനിക നടപടിയിലൂടെ മാത്രമേ ഒരുപക്ഷെ അത് റിട്രീവ് ചെയ്യാനാവൂ, ആ രാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ട് പോകാനാവൂ. ആ നിലയിലാണ്. അതുപോലെ ഫർദോയിലെ ആണവ നിലയങ്ങളിലും വീണ്ടും ആക്രമണം ഉണ്ടായി. അതാണ് ഈ 3 നിലയങ്ങളാണ് കഴിഞ്ഞ വർഷം ആക്രമണ വിധേയമായ ആണവ നിലയങ്ങൾ. ഇപ്പോൾ ബുഷഹർ ആണവ നിലയവും ആക്രമണ വിധേയമായിരിക്കുന്നത്. അന്നല്ല, 2 ആവർത്തി ആണവ നിലയം ആക്രമിക്കപ്പെട്ടു. ബുഷഹറിൽ സത്യത്തിൽ വികിരണം ഉണ്ടാവേണ്ടതാണ്. അവിടുത്തെ ആക്രമണത്തിൻ്റെ തീവ്രത പരിഗണിക്കുമ്പോൾ ആണവ വികിരണ സാധ്യത കൂടുതലാണ്. പക്ഷേ ആണവ വികിരണം സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല. അതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ടെഹ്റാനോടടുത്തൊരു സ്ഥലമല്ല, ഇങ്ങ് ദക്ഷിണ പ്രദേശത്താണ്. ഇറാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ബുഷഹർ ഒരു വലിയ ആണവ വികിരണമുണ്ടായാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുക വളരെ അടുത്തുള്ള രാജ്യങ്ങളായ കുവൈത്തും ഇറാഖും അതുപോലെ ബഹ്റൈനും ഖത്തറും, ഇതൊക്കെയാണ് സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങൾ. ഇതെല്ലാമാണ് കൂടുതൽ ഭീഷണി നേരിടുക. അതുകൊണ്ട് UAE ഒക്കെ സ്വല്പം കിഴക്കോട്ട് മാറി നിൽക്കുന്ന രാജ്യങ്ങൾ, ഒമാൻ ഏറെ കിഴക്കോട്ട് മാറി നിൽക്കുന്ന രാജ്യമാണ്. ഇറാൻ്റെ പ്രധാന ജനവാസ കേന്ദ്രങ്ങൾ ടെഹ്റാനും വടക്കുള്ള പ്രദേശവുമൊക്കെ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറും ഭാഗത്താണ്. അത് ഏറെ ദൂരമുണ്ട്. പക്ഷേ പേർഷ്യൻ ഗൾഫിൻ്റെ തൊട്ട് തെക്കുള്ള രാജ്യങ്ങളെ അത് കൂടുതലായി, അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെ കൂടുതലായി ബാധിക്കാം.
അത് വലിയ ഒരു സാധ്യതയാണ്. നോക്കൂ, സമാനമായ ആക്രമണം ഉക്രൈനിൽ ഉണ്ടായില്ലേ? ഉക്രൈനിൽ യഥാർത്ഥത്തിൽ പല ആണവ നിലയങ്ങളും ആക്രമിക്കപ്പെട്ടു അല്ലേ? ഉക്രൈനിലെ ഈ പല പ്രവിശ്യകളിലും സപ്രോഷ്യ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ആണവ നിലയമുണ്ട്, വൻ ആണവ നിലയമുണ്ട്. അത് ആക്രമണ വിധേയമായി. അതിൻ്റെ വികിരണം വലിയ ഒരു വിഷയമായി അന്ന് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. അതായത് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ വലിയ ഒരു വിപത്തായി അതിനെ കണ്ടു. സപ്രോഷ്യ ആണവ നിലയത്തിലെ ആക്രമണം ലോകമാകമാനം ആണവ വിപത്തിലേക്ക് നീങ്ങുന്നു. യൂറോപ്പിൻ്റെ സുരക്ഷ വലിയ ഒരു വിവാദമായി വന്നു. പക്ഷേ ബുഷഹറിലെ ആക്രമണത്തെക്കുറിച്ച് അത്ര വലിയ മുറവിളിയൊന്നും കൂട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇറാനിലെ ജീവിതങ്ങൾക്കും പേർഷ്യൻ ഗൾഫിലെ ജീവിതങ്ങൾക്കും വില കുറവാണോ? ആ ന്യായമായ സംശയം നമുക്ക് തോന്നാം. യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനതകളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, വികിരണമുണ്ടായാൽ അത് വലിയ നഷ്ടമാണ്, വിലയേറിയ ഒരു സ്വത്താണതൊക്കെ, നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു ഇരട്ടത്താപ്പ് പാശ്ചാത്യ മാധ്യമങ്ങൾക്കുണ്ടോ എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും വീണ്ടും ആക്രമണം നടത്തേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? ഇറാൻ ഇപ്പോഴും ആണവ സമ്പുഷ്ടീകരണ ശക്തിയുണ്ട്, അത് പൂർണ്ണമായി തകർക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഓപ്പൺ അഡ്മിഷൻ ആണ് അത്. അതാണ് ഒരു ഡയമെൻഷൻ. ഈ ചോദ്യത്തിലുണ്ടായിരുന്ന രണ്ടാമത്തെ കാര്യം മിസൈലുകൾ 50% മിസൈലുകളും തകർത്തു എന്നാണ് പറയുന്നത്. മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾ, മിസൈലുകൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലങ്ങൾ, അണ്ടർഗ്രൗണ്ട് സേഫ്റ്റി ഇടങ്ങൾ, ഇതൊക്കെ തകർന്നു എങ്കിൽ വീണ്ടും വീണ്ടും ഇറാൻ മിസൈലുകൾ പ്രയോഗിക്കുന്നത് എവിടെ നിന്ന് എടുത്തുകൊണ്ടാണ്? ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച മിസൈലുകളുടെ പ്രഹരശേഷിയേക്കാൾ വളരെ കൂടുതൽ കൃത്യതയും പ്രഹരശേഷിയും കൂടിയ മിസൈലുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇറാൻ്റെ പല മിസൈലുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രഹരശേഷി ഉണ്ട് എന്ന് കരുതുന്ന പല മിസൈലുകളും യുദ്ധരംഗത്ത് ഉപയോഗിച്ച് കാണുന്നില്ല. അതെല്ലാം ഒറ്റയടിക്ക് ആവിയായി പോയതാണോ, ആക്രമണത്തിൽ തകർന്നതാണോ അറിയില്ല. പക്ഷേ അന്തിമ യുദ്ധത്തിന് വേണ്ടി ഇതെല്ലാം കരുതി വച്ചിരിക്കുകയാണോ? വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പരമാവധി ദുർബലമായി വരുമ്പോൾ ഉപയോഗിക്കാനായി, സർവനാശം വിതയ്ക്കാനായി ഇറാൻ ഈ മിസൈലുകൾ കരുതി വച്ചിരിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. അവരെ കുറ്റം പറയാനാവില്ല. തെളിവുകളില്ല, പക്ഷേ സാധ്യതാപരമായ കാര്യങ്ങളാണ് അത്. അതാണ് മറ്റൊന്ന്. ഇറാനെക്കുറിച്ച് പറയുമ്പോൾ ഡ്രോണുകളാണ് വലിയൊരു അസറ്റ്, വലിയ ചിലവില്ല നിർമ്മിക്കാൻ. അതുമാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ എളുപ്പമാണെങ്കിൽ പോലും പ്രതിരോധിക്കാൻ ഏറെ ചിലവുണ്ട് താനും. ഇതിൽ ചില ഡ്രോണുകൾ കാമക്കാസി ഡ്രോണുകളാണ്. ജപ്പാൻ്റെ ഒരു സൂയിസൈഡ് മിഷനാണല്ലോ പറയുന്നത്. വിമാനങ്ങൾ പറത്തിക്കൊണ്ട് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളിലേക്കും കേന്ദ്രങ്ങളിലേക്കും ഇടിച്ചിറക്കി പൈലറ്റും വിമാനം ഉൾപ്പെടെ പൊട്ടിച്ചിതറുകയും അങ്ങനെ പൈലറ്റ് ആത്മാഹുതി നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണല്ലോ കാമക്കാസി ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം കാമക്കാസി ഡ്രോണുകൾ, അത് ആളില്ലാ വിമാനങ്ങളാണല്ലോ ഡ്രോണുകൾ, ആളില്ല ഫ്ലൈയിങ് ഓബ്ജക്ട്സ്. ഇവ ചില ഡ്രോണുകൾ കൊണ്ടുപോവുകയും അതായത് നിയന്ത്രിക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യാം. വിവാഹവേളകളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ഈ തുമ്പിയെ പോലെ പാറിപ്പറക്കുന്ന കാര്യങ്ങൾ തിരിച്ചു വിളിക്കാവുന്നതും വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു വിളിക്കാവുന്നതാണ്. പക്ഷേ അതുപോലെയുള്ള ഡ്രോണുകളുണ്ട്, നിരീക്ഷണ ഡ്രോണുകളുണ്ട്, 100 തരം വ്യത്യസ്തമായ തരങ്ങളിലുള്ള ഡ്രോണുകളുണ്ട്. അതേസമയം ഒരു കപ്പലൊക്കെ തകർക്കാൻ വേണ്ടി തിരിച്ചു വിളിക്കേണ്ടതില്ലാത്ത, മിസൈലുകളെ പോലെ തിരിച്ചു വിളിക്കേണ്ടതില്ലാത്ത കാമക്കാസി ഡ്രോണുകൾ, ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ട് ഇറാൻ്റെ കൈവശം. അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അത് കാര്യമായി ഉപയോഗിച്ച് കാണുന്നില്ല. അന്തിമ യുദ്ധത്തിന് വേണ്ടി അതും കരുതി വച്ചിരിക്കുകയാണോ? അപ്പം അതുകൊണ്ടാണ് ഇറാനെ കുറിച്ച് അമേരിക്ക നടത്തിയ ക്ലെയിംസ് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ക്ലെയിംസ് ഇതൊന്നും തന്നെ ശരിയായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിനോടകം തന്നെ 1.25 മാസത്തിനുള്ളിൽ തന്നെ പരമാവധി ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ നിന്നും പിന്മാറാമായിരുന്നു. അപ്പോൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും യുദ്ധം. ആകെയുള്ള ഒരേ ഒരു നേട്ടം ആയത്തുള്ള അലി ഖമേനി എന്ന ആ ജന്മശത്രുവിനെ വധിക്കാൻ ട്രംപിന് സാധിച്ചു എന്നത് മാത്രമായി ചുരുങ്ങുകയാണോ? മറ്റ് ലക്ഷ്യങ്ങൾ ആണോ ഏറ്റവും പ്രധാന ലക്ഷ്യം? ഇറാൻ ഉയർത്തുന്ന ആണവ വിപത്തിനെ നേരിടുക സാധ്യമാവുന്നില്ല. ഒരുപക്ഷെ കരയുദ്ധം തന്നെ വേണ്ടി വന്നേക്കാം. കരയുദ്ധത്തിലൂടെ മാത്രം അണ്ടർഗ്രൗണ്ട് ഒളിയിടങ്ങളിൽ നിന്നും ഫിസൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം തുരന്നെടുത്ത് കൊണ്ടുപോകുന്നത്
അത്ര എളുപ്പമുള്ള കാര്യമാകണമെന്നില്ല. കരയുദ്ധത്തിലൂടെ പൂർണ്ണമായി ഇറാനെ പിടിക്കാനും ആവില്ല. ഒരുപക്ഷെ ഇറാൻ കൂടി സഹകരിക്കാതെ ഒരു ഭരണമാറ്റം ഉണ്ടാവില്ല. ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടായാലും സ്ഥിതിഗതികൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെ നീങ്ങിയെന്നിരിക്കില്ല. കടുത്ത ആഭ്യന്തര യുദ്ധം ഉണ്ടാവാം. അപ്പം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു, അതിന് വ്യക്തതയില്ലായിരുന്നു. ഉള്ള വ്യക്തത കൂടി ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. ഉദ്ദേശിക്കുന്നിടത്ത് എത്തുന്നതേ ഇല്ല. അപ്പോൾ ആണവ കാര്യങ്ങൾ, മിസൈലുകളുടെ കാര്യങ്ങൾ, ഡ്രോണുകളുടെ കാര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ക്ലെയിംസ് ഇപ്പോഴും ക്ലെയിംസായി മാത്രം, അവകാശവാദങ്ങളായിട്ട് മാത്രം, പൊള്ളയായ അവകാശവാദങ്ങളായിട്ട് മാത്രം നിലനിൽക്കുന്നു. ഏറെ ദൂരം ഇനി മുന്നോട്ട് പോകാനുണ്ട് അമേരിക്കയ്ക്ക്. അതിന് അമേരിക്ക വില്ലിങ് ആകുമോ? ഇസ്രായേൽ വില്ലിങ് ആകുമോ? ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അതിനുള്ളിൽ തന്നെ ചില ധാരണകളിലെത്തി അമേരിക്ക ഏകപക്ഷീയമായി പിൻവാങ്ങുമോ? ഇസ്രായേൽ അപ്പോൾ പിൻവാങ്ങാതിരിക്കാനാവില്ലല്ലോ. അങ്ങനെയാണോ ഇത് അവസാനിക്കുന്നത്? അതോ അവസാനം വരെ പൊരുതി നിൽക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറാകുമോ? 3, ഒരുപക്ഷെ ഇസ്രായേൽ ബന്ധം തന്നെ പുനർവിചിന്തനം ചെയ്യാനുള്ള ചെറിയ സാധ്യതയില്ല. ഇസ്രായേലുമായിട്ട് പെർമനൻ്റായി അമേരിക്ക ബന്ധം വിച്ഛേദിക്കാനാവില്ല. അത് ബിസിനസ് ബന്ധമാണ്, വൈകാരിക ബന്ധമാണ്, കണ്ടുപിടുത്തങ്ങളുടെ ബന്ധമാണ്, ടെക്നോളജിയുടെ ബന്ധമാണ്, സാമ്പത്തിക ബന്ധമാണ്, ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്. നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അല്ല, ഭാഗികമായി. ഇതൊക്കെ വേണ്ട എന്ന് പറയാനാവില്ല. പക്ഷേ ഇനി ഒരു ജൂതരാഷ്ട്രത്തിന് വേണ്ടി മാത്രമായി അമേരിക്കയുടെ എനർജി, ടൈം, മണി സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിൽ നവംബർ മാസത്തിന് ശേഷം അമേരിക്കൻ കോൺഗ്രസ്, എന്താണ് നവംബർ മാസം, അന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. ട്രംപിൻ്റെ പാർട്ടിക്ക് അടിപതറിയാൽ കോൺഗ്രസിലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടില്ല. അതുകൊണ്ട് മാറുന്ന പോളിസീസ്, അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വരുന്നത്.